പ്രാണനായി. ഭാഗം 20. എൻ്റെ ദേവിയെ, ഇനി എന്തു ചെയ്യും? ഏട്ടൻ അവളോട് ദേഷ്യപ്പെടുവോ? എന്നാലും ശ്രീ ഇവിടെ നിൽക്കുന്ന കാര്യം ഏട്ടൻ എങ്ങനെ അറിഞ്ഞു? പാവം, തലവേദന കുറവുണ്ടോ എന്നറിയാൻ ഒളിഞ്ഞു നിന്നതാ. അതിങ്ങനെയും ആയി. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വാതിൽ തുറന്ന അഭി കാണുന്നത് കാർത്തിയുടെ മുറിയിൽ നിന്ന് ടെൻഷനോടെ എന്തൊക്കെയോ പിറുപിറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മിത്രയായിരുന്നു. ഓ, ഇന്നത്തെ ദിവസം പോയി. അല്ല, ഇവൾ ഇന്നലെ ഉറങ്ങിയില്ലേ? സംശയത്തോടെ ആലോചിച്ചു കൊണ്ടവൻ അവൾക്കരികിലേക്ക് നടന്നു. ഡി, അയ്യോ, മനുഷ്യനെ കൂടി പേടിപ്പിക്കുന്നോടി. ഓ, അഭിയേട്ടനായിരുന്നോ? ഞാൻ ഓർത്ത് വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്താ പ്രശ്നം? അല്ല, നീ എന്താ ഇവിടെ ഒന്ന് പതുങ്ങുന്നേ? ഇന്നലെ നീ അവന് കാവലായി ഈ മുറിയുടെ മുന്നിൽ തന്നെയായിരുന്നോ? അഭിയേട്ടാ, ദയനീയമായി അവൾ വിളിച്ചുപോയി. പിന്നെ ചുറ്റും ഒന്ന് നോക്കി അവൻ അരികിലേക്ക് നീങ്ങി നിന്നു. എന്താടി? ഏട്ടാ, ശ്രീക്ക് എന്തു പറ്റി? അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നാ എൻ്റെ പേടി. നീ എന്തൊക്കെയാടി പറയുന്നത്? അവൾക്ക് എന്തു പറ്റാൻ? അല്ല, അവളെവിടെ? ചുറ്റും നോക്കി അഭി ചോദിച്ചതും മിത്ര കാർത്തിയുടെ അടഞ്ഞുകിടക്കുന്ന മുറിക്കു നേരെ കൈ ചൂണ്ടി. ഓ, മുറിയിലാണോ? ആദ്യം കത്താതെ അവൻ തലയാട്ടി മുഖം തിരിച്ചുവെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ മിത്രയെ നോക്കി. ഡേ, അവളെന്താ അവിടെ? അവനില്ലേ അതിനകത്ത്? അവളെന്തിനാ അങ്ങോട്ട് പോയത്? ഡോർ ലോക്കാണല്ലോ. അത് പിന്നെ ഏട്ടന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന എടുക്കും, അതിന് ചായ വേണമെന്നും പറഞ്ഞ് ഒളിച്ചും പാത്തും ചായ ഉണ്ടാക്കി എൻ്റെ കയ്യിൽ തന്ന ഏട്ടന് കൊടുക്കാൻ പറഞ്ഞു ശ്രീ. എന്നിട്ട് കുടിച്ച് കഴിയുന്നത് വരെ നിൽക്കണമെന്നും തലവേദന കുറവുണ്ടോയെന്ന് ചോദിക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് അവൾ ഇവിടെ പുറത്തു തന്നെ നിന്നു. പക്ഷേ ഏട്ടൻ അത് കണ്ടുപിടിച്ചു. എന്നെ മുറിയിൽ നിന്നും പുറത്താക്കി അവളെ വലിച്ചു മുറിയിൽ കയറ്റി ഡോർ ലോക്ക് ചെയ്തു. എന്നിട്ട് കൂടെ ഒരു ഡയലോഗും. ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു നിർത്തിയതും അഭി തലയിൽ കൈവച്ചു. പിന്നെ ഓടിച്ചെന്ന് ഡോറിൽ മുട്ടാൻ തുടങ്ങിയതും എന്തോ ഓർത്ത പോലെ അവൻ കൈ പിൻവലിച്ചു. അങ്ങോട്ട് മുട്ട അഭിയേട്ടാ. ഞാൻ മുട്ടിയാൽ ആരേലും അറിഞ്ഞു കയറി വന്നാൽ പിന്നെ അതൊരു പ്രശ്നമാകുമല്ലോ എന്നോർത്താ ഞാൻ മുട്ടാഞ്ഞത്. അല്ല, അവൻ നിന്നോട് എന്ത് ഡയലോഗാ പറഞ്ഞത്? എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും മിത്രയുടെ നെറ്റി ചുളിഞ്ഞു. ഓ, അതോ? അപ്പോൾ ഏട്ടൻ്റെ അനിയത്തി പൊയ്ക്കോ, ഞാൻ എൻ്റെ ഭാര്യയുടെ സംശയവും എന്നോടുള്ള ആകുലതയും ഒക്കെ തീർത്തിട്ട് പതിയെ വിട്ടേക്കാം. ഇതായിരുന്നു ഡയലോഗ്. അത് കേട്ടതും അഭിയുടെ മുഖം വിടർന്നു. അപ്പോൾ നീ ഡോറിൽ മുട്ടാഞ്ഞത് നന്നായി. എന്ത് നന്നായെന്ന്? ശ്രീ അതിനകത്ത് തനിച്ച ഏട്ടാ. പാവം, വിറച്ചൊരു പരുവായി കാണും. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ മിത്രമോളെ. ഓഹോ, ഇന്നലെ അവളെ ആ മുറിയിൽ ഏട്ടൻ കയറ്റാൻ നേരം അഭിയേട്ടനല്ലായിരുന്നോ പേടി? എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നേ? എടി, അതിന് ഇന്നലെ അവന് ബോധമില്ലായിരുന്നല്ലോ, പക്ഷെ ഇപ്പോൾ ബോധമുണ്ട്. സോ അതോർത്ത് പേടിക്കണ്ട. അവർ ഭാര്യയും ഭർത്താവും അല്ലേ, അവർ തമ്മിൽ എന്തേലും സംസാരിക്കട്ടെ. എടി, നീ ഇങ്ങ് വാ. പക്ഷേ ഏട്ടാ, ശ്രീ ആരെങ്കിലും അന്വേഷിച്ചാലോ? അതപ്പോഴല്ലേ. അവൾ വരുന്നത് വരെ നീ താഴേക്ക് പോകണ്ട. അല്ല, ആര്യ എവിടെ? അവൾ ഉറങ്ങുക. അതെന്തുകൊണ്ട് നന്നായി, ഇല്ലേ നാറ്റിച്ചേനെ കുരുപ്പ്. ഉമേ, എന്താ ഏട്ടാ? ശ്രീകുട്ടി എവിടെ? ഇതുവരെ താഴേക്ക് വരുന്നത് കണ്ടില്ലേ ഏട്ടാ? ഇന്നലെ വരെ വെളുപ്പിനെ എണീറ്റ് അടുക്കള പണി മുഴുവൻ ചെയ്തിരുന്ന പെണ്ണ. എന്നിട്ടിപ്പോൾ സമയം എത്രയായെന്നാ? ഇതുവരെ താഴേക്ക് പോലും വന്നിട്ടില്ല. അഹങ്കാരം അല്ലാതെന്താ? ഇത് കേട്ട് വന്ന വൈദേഹി പുച്ഛത്തോടെ പറഞ്ഞു. നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലേ വൈദേഹി? ദേവൻ ചോദിച്ചതും അവർ ആ സംസാരം ഇഷ്ടപ്പെടാത്തതുപോലെ മുഖം തിരിച്ചു. അതിന് ഞാൻ വേണ്ടാത്തതൊന്നും പറഞ്ഞില്ലല്ലോ, സത്യമല്ലേ പറഞ്ഞത്? അല്ല, നേത്ര എവിടെ? ഉമയായിരുന്നു അത് ചോദിച്ചത്. അവൾ ഉറങ്ങുന്നു. ഓ, അപ്പോൾ ശ്രീകുട്ടി എഴുന്നേൽക്കാത്തതാണ് നിന്റെ പ്രശ്നം. ആദ്യം നീ നിന്റെ മോളുടെ കാര്യം നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരുടെ. ജയന്തി ദേവനുള്ള ചായയുമായി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. മോള് രാവിലെ ഇറങ്ങി വന്നിരുന്നു ഏട്ടാ. പിന്നെ കുറച്ചു കഴിഞ്ഞ് മിത്രയും മോളും കൂടി മുകളിലേക്ക് കയറി പോകുന്നതും കണ്ടു. അവർ എന്തേലും പറഞ്ഞിരിക്കട്ടെ. അല്പം കടുപ്പത്തിൽ തന്നെ വൈദേഹിയെ നോക്കി ഒന്ന് മൂളി ദേവൻ. തനിക്ക് മുന്നിൽ വിറയലോടെ തലകുനിച്ചു നിൽക്കുന്ന പെണ്ണിനെ കാർത്തി ഒന്ന് നോക്കി. പതിവിലും വിപരീതമായി ഒരു ഫുൾ ലെങ്ത് സ്കേർട്ടും ടോപ്പുമാണ് വേഷം. മുടി ഉണങ്ങാത്തത് കൊണ്ട് തന്നെ പരത്തിയിട്ടിട്ടുണ്ട്. ആ ഡ്രസ്സിൽ അവൾ വീണ്ടും ചെറുതായി പോയതുപോലെ തോന്നി അവന്. ഈ ഉടുപ്പൊക്കെ ആരുടേതാ? ഉള്ളിലെ വിറയൽ കാരണം നാവ് പോലും ചലിപ്പിക്കാനാവാതെ നിൽക്കുകയായിരുന്നു ശ്രീ. അവൾ പതിയെ അവനെ തലയുയർത്തി നോക്കി. തനിക്കരികിലേക്ക് ചുവട് വെച്ചു വരുന്ന അവനെ അവൾ പേടിയോടെ നോക്കി. ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പുറകോട്ട് നീങ്ങാൻ സ്ഥലമില്ലെന്ന് പകപ്പോടെ അവൾ മനസ്സിലാക്കി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? ഇതൊക്കെ ആരുടേതാണെന്ന്. അവൾക്ക് അരികിലേക്ക് നിന്ന് അല്പം കുനിഞ്ഞു നിന്നവൻ ചോദിച്ചതും തൻ്റെ മുഖത്ത് തട്ടിത്തെറിക്കുന്ന അവൻ്റെ നിശ്വാസ ചൂട് അവൾ തിരിച്ചറിഞ്ഞു. ഇത് എനിക്ക്. ഓരോ വാക്കുകളും എണ്ണിപ്പെറുക്കി പറയാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവൾ. നിനക്ക്? അവളുടെ കാതിനരികിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ച് അവ അവിടെ സ്പർശിക്കാത്ത രീതിയിൽ അവൻ വീണ്ടും ചോദിച്ചു. അമ്മ
അച്ഛനും വാങ്ങിത്തന്നതാ. കണ്ണുകൾ ഇറുക്കിയടച്ച് ഇരു കൈകളും പാവാടയിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ദേവനെയും ഉമയെയുമാണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് ഒരുപാട് ആലോചിക്കാതെ തന്നെ അവന് മനസ്സിലായിരുന്നു. ആ ഓർമ്മയിൽ അവനിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു വന്നു. വെളുത്ത മുഖം ഇപ്പോൾ നന്നായി ചുവന്നിട്ടുണ്ട്. നെറ്റിയിലും മൂക്കിലും ചുണ്ടുകൾക്ക് മുകളിലുമൊക്കെയായി രൂപം കൊണ്ടിരിക്കുന്ന പളുങ്കുമണികൾ പോലെയുള്ള വിയർപ്പ് തുള്ളികളെ അവൻ കൊതിയോടെ നോക്കി. നന്ദ, നന്ദ. രണ്ടാമത്തെ വിളിയിൽ മൂളുകയെങ്കിലും ചെയ്യാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി അവൾ വിളി കേട്ടു. അപ്പോഴും തൻ്റെ ശരീരമാകെ വിറയ്ക്കുന്നത് അവൾ അറിഞ്ഞു. നീ നീ എന്തിനടി പെണ്ണെ ഇത്ര പാവമായി പോയത്? അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി വല്ലാത്തൊരു ശബ്ദത്തിൽ കണ്ണുകൾ പോലും ചിമ്മാതെ അവൻ ചോദിച്ചതും അവൾ പതിയെ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്ന് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. ആ നോട്ടത്തിൽ, അവളുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ തൻ്റെ ഉള്ളിലെ പല വികാരങ്ങളും ഉടലെടുക്കുന്നത് അവൻ അറിഞ്ഞു. ആദ്യമായാണ് അവനിൽ ഇങ്ങനെ ഒരു ഭാവം. ഒരുപക്ഷെ ഗായത്രിയോടുള്ള കുറ്റബോധം അവസാനിച്ചതിൻ്റെയാണോ, മനസ്സിൽ മുന്നിൽ നിൽക്കുന്നവൾ കുടിയേറിയതിൻ്റെയാണോ അറിയില്ല. ആ നിമിഷം അവൻ അവളുടെ മൂക്കിൽ പതിയെ ഒന്ന് ചുണ്ടുമുട്ടിച്ചു. അവൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ. എന്താ സംഭവിച്ചത് എന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവൻ അവളിൽ നിന്നും അകന്നു മാറിയിരുന്നു. മെഴിഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ കാർത്തി പുഞ്ചിരിയോടെ നോക്കി. ഇനി ചോദിക്ക്, എൻ്റെ നന്ദയ്ക്ക് എന്താ അറിയേണ്ടത്? ചിരിയോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടതും ശ്രീ അവനെ തന്നെ ഉറ്റുനോക്കി നിന്നു. ഇങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ? അറിയാതെ അവൻ്റെ ചിരിയിൽ മയങ്ങി നിന്നവൾ ചോദിച്ചു പോയതായിരുന്നു. എന്നാൽ ചോദിച്ചു കഴിഞ്ഞതും ബോധം വന്നതുപോലെ അവൾ തൻ്റെ ഇരു കൈയാൽ വാ പൊത്തിപ്പിടിച്ച് പേടിയോടെ അവനെ നോക്കി. ഇങ്ങനെ ചിരിക്കാനും അറിയാം, വേറെ പലതും അറിയാം. എന്താ, കാണണോ നിനക്ക്? വേണ്ട എന്ന പോലെ അവൾ തലയാട്ടി. അപ്പോൾ ചോദിക്ക്. നിക്കൊന്നും ചോദിക്കാനില്ല. തലകുനിച്ചു നിന്നുകൊണ്ടവൾ പറഞ്ഞതും കാർത്തി തൻ്റെ ചൂണ്ടുവിരലാൽ അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? പിന്നെന്തിനാ നീ ആ ഭിത്തിയിൽ ഒളിഞ്ഞു നിന്നത്? അത് ഞാൻ തലവേദന കുറഞ്ഞോന്നറിയാനാ. ഒളിഞ്ഞു നിന്നതല്ല, കുറച്ചങ്ങ് മാറി നിന്നേ ഉള്ളൂ. അവൻ തന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ള പേടിയിൽ പതുങ്ങിയ സ്വരത്തിൽ വിറയലോടെ അവൾ പറഞ്ഞു. അപ്പോൾ തലവേദന കുറവുണ്ടോയെന്നറിയാൻ വേണ്ടി മാത്രമാണോ നീ വന്നത്? അവൾ നിഷ്കളങ്കമായി അവനെ നോക്കി അതേ എന്ന പോൽ തലയാട്ടി. വേറൊന്നും അറിയണ്ടേ നിനക്ക്? വേറെ എന്ത് എന്ന രീതിയിൽ ശ്രീ തല ഉയർത്തി അവനെ സംശയത്തോടെ നോക്കി. ഇന്നലെ ഞാൻ പറഞ്ഞതും നിന്നോട് ചെയ്തതും ഒക്കെ കള്ളിൻ്റെ പുറത്താണോ അതോ ഉള്ളിൽ തട്ടിയാണോ ഞാൻ പറഞ്ഞതെന്ന് നിനക്കറിയണ്ടേ? ഇപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നിനക്കറിയണ്ടേ? അമ്പരപ്പായിരുന്നു അവനിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ നിറഞ്ഞു നിന്നിരുന്നത്. വേണ്ട എന്ന പോൽ അവൾ തലയാട്ടി. അതെന്താ നിനക്കറിയണ്ടാത്തത്? ഇതിനു മുന്നേയും കള്ളു കുടിച്ചു വന്ന് ഓരോന്നത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാ ദേഹത്ത് തൊട്ടത്. വിറയലോടെ അവൾ പറഞ്ഞതും കാർത്തിയുടെ കണ്ണുകൾ കൂടുതൽ വിടർന്നു വന്നു. ഇന്നലെ എന്തുകൊണ്ടാണെന്നറിയില്ല. ഒരുപക്ഷെ കുടിച്ചതിൻ്റെ അളവ് കുറഞ്ഞതിനാലോ അതോ തൻ്റെ ഉപബോധ മനസ്സ് അത് തന്നെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതിനാലോ എന്തോ താൻ ചെയ്ത പ്രവൃത്തിയും പറഞ്ഞ വാക്കുകളും ഇപ്പോഴും ഓർമ്മയിലുണ്ട്. എന്നാൽ അതിനു മുന്നെയൊക്കെ താൻ കുടിച്ചു വന്നു കിടന്നാൽ പറയുന്നതോ ചെയ്യുന്നതോ ഒന്നും ഓർമ്മയിൽ ഉണ്ടാകാറു കൂടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയാ ഞാൻ പറയാറ്? അവൾക്കരികിലേക്ക് കുറച്ചുകൂടി അടുത്തു നിന്നുകൊണ്ട് അവൻ ചോദിച്ചതും പതുങ്ങലോടെ ശ്രീ നിന്നു. അവൾക്കാകെ വല്ലാതെ തോന്നുന്നുണ്ടായിരുന്നു. താൻ ഈ നിമിഷം വിറച്ച് ചാകുമോ എന്നു പോലും അവൾ ഭയന്നു. ഞാൻ പൊക്കോട്ടെ, നിക്ക് പേടിയാ. ഇനിയും അവൻ തനിക്ക് അടുത്തേക്ക് വരാനാകാതെ നിറഞ്ഞ കണ്ണുകളോടെ അവൾ പറഞ്ഞതും ആ ഒരൊറ്റ നിമിഷം തന്നെ കാർത്തിയുടെ കൈകൾ അവളിൽ നിന്നും അയഞ്ഞിരുന്നു. നിനക്ക് അത്രയ്ക്ക് എന്നെ പേടിയാണോ നന്ദ? പെട്ടെന്ന് എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കണേ? നിക്ക് പേടിയാ. നിക്ക് സ്നേഹമൊന്നും വേണ്ട. ഗായത്രി ചേച്ചിയല്ലേ ഇഷ്ടം? ഇടയ്ക്ക് ആ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ശല്യം ചെയ്യുമൊന്നുമില്ല. പതർച്ച നിറഞ്ഞ സ്വരത്തിൽ അത്രയേറെ പേടിയോടെ അതിലേറെ വിറയ്ക്കുന്ന ശരീരത്തോടെ അവൾ പറഞ്ഞതും കാർത്തി അവളിൽ നിന്നും അകന്നു മാറിയിരുന്നു. അവളുടെ വാക്കുകൾ അവനെ അത്രയേറെ നൊമ്പരപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അവൻ തനിക്ക് അരികിൽ നിന്നും മാറിയതറിഞ്ഞതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ആ സമയം തന്നെയായിരുന്നു മിത്ര വാതിലിൽ മുട്ടിയത്. ഏട്ടാ, സമയമേറെയായി. ഇനിയും താഴേക്ക് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ വല്യമ്മ അന്വേഷിച്ചു വരും. മിത്രയുടെ വാക്കുകൾ കേട്ടതും വീണ്ടും പേടിയോടെ ശ്രീയുടെ കണ്ണുകൾ തനിക്കു നേരെ വരുന്നത് കണ്ടതും കാർത്തി തൻ്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. പിന്നെ ഒരിക്കൽ കൂടി അവളെ ഒന്ന് നോക്കി മിത്രയ്ക്കായി ഡോർ തുറന്നു കൊടുത്തു.
ഡോർ തുറന്നതും മിത്ര വേഗം തല ഉള്ളിലേക്കിട്ട് ശ്രീയെ തപ്പി. ഒരു മൂലയ്ക്ക് നിൽക്കുന്നവളെ കണ്ടതും മിത്രയ്ക്ക് സമാധാനമായി. അബിയും അവളോടൊപ്പം അങ്ങോട്ട് വന്നിരുന്നു. മങ്ങിയ മുഖത്തോടെ തലകുനിച്ചു ബെഡിലിരിക്കുന്നവന്റെ ഭാവം കണ്ടതും എന്തോ കാര്യമായി സംഭവിച്ചു എന്ന് മനസ്സിലാക്കി അബി അകത്തേക്ക് കയറി. പിന്നെ മിത്രയെ കണ്ണ് കാണിച്ചു. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ മിത്ര വേഗം ശ്രീയുടെ അരികിലേക്ക് നടന്നു. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചു വേഗം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് ചലിക്കാൻ പോലും ആകാതെ നിന്ന ശ്രീക്ക് അത് വല്ലാത്തൊരാശ്വാസം തന്നെയായിരുന്നു. ശ്രീയുമായി മിത്ര നേരെ താഴേക്കായിരുന്നു ഇറങ്ങിയത്. തണുത്തുറഞ്ഞ അവളുടെ കൈകളിൽ നിന്നും അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് മിത്രയ്ക്ക് മനസ്സിലായി. സ്റ്റെപ്പിറങ്ങി വരുന്ന അവർ രണ്ടുപേരെയും കണ്ടതും ദേവന്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. ആഹാ, നീ നിന്റെ കൂടെ കൂട്ടി ഈ കുട്ടിയെയും വഷളാക്കാനാണോ ഉദ്ദേശം? മിത്രയെ നോക്കി കളിയോടെ അവളുടെ അച്ഛൻ രാമൻ ചോദിച്ചതും അവൾ അയാളെ കൂർപ്പിച്ചു നോക്കി. അയ്യട മോനെ, ഞാൻ അത്ര വഷളൊന്നുമല്ല അല്ലേ വല്യച്ച? മിത്ര ഒരു താങ്ങിന് എന്ന പോലെ അയാൾക്കടുത്തിരുന്ന ദേവനെ വിളിച്ചു. അത് കേട്ടതും അയാൾ ശരിയാണ് എന്ന രീതിയിൽ അവളെ നോക്കി ചിരിയോടെ തലയാട്ടി. എന്നാൽ അവൾക്കൊപ്പം തലകുനിച്ചു നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും ദേവന്റെ മുഖം ചൊളിഞ്ഞു. അച്ഛൻ്റെ ശ്രീകുട്ടി എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഇങ്ങ് വന്നേ, അച്ഛൻ ചോദിക്കട്ടെ. അത് കേട്ടതും ശ്രീ വേഗം മിത്രയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. തൻ്റെ ഈ ഭാവം കണ്ടിട്ടാണ് ആ വിളിയെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചോദിച്ചാൽ താൻ പറഞ്ഞു പോകുമല്ലോ എന്ന പേടിയായിരുന്നു അവളിൽ നിറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അന്നത്തെ പോലെ അച്ഛൻ വീണ്ടും അദ്ദേഹത്തെ തല്ലുമോ എന്ന ചിന്തയും അവളിൽ ഭീതി നിറച്ചു. അത് മിത്രയ്ക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതെ, അച്ഛനും മോൾക്കും പിന്നെ സംസാരിക്കാം. ഞങ്ങൾ പോയി എന്തേലും കഴിക്കട്ടെ. സമയം എത്രയായി എന്നറിയാമോ? ഓ, ആ ബോധമൊക്കെ നിനക്കുണ്ടോ? അല്ല, നിങ്ങളുടെ സംഘത്തിൽ ഒരു കുരുട്ടുകൂടി ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? ആര്യയുടെയും ആർച്ചയുടെയും അമ്മ ഭാമി അവർക്കരികിലേക്ക് വന്ന് ചിരിയോടെ ചോദിച്ചു. അവൾ എഴുന്നേറ്റിട്ടില്ല ഭാമിയമ്മേ. അല്ലേലും പെണ്ണിന് ക്ലാസ് ഉള്ള ദിവസവും ഇല്ലാത്ത ദിവസവും ഒക്കെ ഒരുപോലെയാണ്. എങ്ങനെയുണ്ട് ഉറക്കം പെൺപിള്ളേർക്ക്? അതെന്താ ഭാമി നീ അങ്ങനെ പറഞ്ഞേ? പെൺകുട്ടികൾ ഉറക്കാൻ പാടില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അവരുടെ സംസാരം കേട്ട ദേവൻ ചോദിച്ചു. അത് കേട്ടതും ഭാമി അയാളെ കൈകൾ തൊഴുതു കാണിച്ചു. എൻ്റെ ദേവേട്ടാ, ഞാൻ ദേവേട്ടനോടൊന്നും പറഞ്ഞില്ല. ഇനി ഏട്ടൻ അങ്ങനെ എന്തെങ്കിലും കേട്ടതായി തോന്നിയെങ്കിൽ ദേ ഈ നിമിഷം ഞാൻ തിരിച്ചെടുത്തു. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ചിരിയോടെ തമാശ രൂപത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും മുങ്ങി. ഓ, കണ്ട സത്യം പറയുകയും ചോദിക്കുകയും ചെയ്യുന്ന എൻ്റെ വല്യച്ഛന് ഇവിടെ സ്ഥാനമില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ഭാവി പോയ വഴിയെ നോക്കി കുറുമ്പോടെ മിത്ര പറഞ്ഞു. മോളെ മിത്രേ, നിനക്ക് ആഹാരം കഴിക്കണമെന്നല്ലേ പറഞ്ഞത്? പോയി കഴിക്ക്. അവൾ തനിക്കിട്ട് താങ്ങുകയാണെന്ന് മനസ്സിലാക്കി ചിരിയോടെ ദേവൻ പറഞ്ഞതും അയാളെ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ച് ശ്രീയുമായി മിത്ര നേരെ അടുക്കളയിലേക്ക് നടന്നു. അവർ പോയ വഴിയെ നോക്കി രാമനും ദേവനും ചിരിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് ആര്യയുടെ അച്ഛൻ മഹി അങ്ങോട്ട് വരുന്നത്. എന്താ ഇവിടെ രാവിലെ തന്നെ ഒരു ചിരിയൊക്കെ? മിത്രയുടെ കാര്യം പറഞ്ഞ് ചിരിച്ചതാ. ഇപ്പോൾ ശ്രീകുട്ടിയെ കിട്ടിയതുകൊണ്ട് ആള് നിലത്തൊന്നുമല്ല. ഏതു നേരവും ഒരു കയ്യിൽ ശ്രീകുട്ടിയുടെ കയ്യും ഉണ്ടാകും. ആർച്ചയും നേത്രയും അവളെയും ആര്യമോളെയും വലിയ കൂട്ടില്ലല്ലോ. ഇപ്പോൾ ആളെ കിട്ടിയപ്പോൾ പിടിച്ച പിടിയാലെ കൊണ്ടു നടക്കുന്നതാ. ശരിക്കും അത് ശ്രീകുട്ടിക്കും ഒരു ആശ്വാസം തന്നെയാ. നേരാ. എന്തായാലും അവൾ കൂടെയുള്ളപ്പോൾ വൈദേഹി ശ്രീകുട്ടിക്ക് നേരെ ഒന്നിനും പറഞ്ഞു ചെല്ലില്ല. എന്നാൽ മിത്ര നല്ലത് കൊടുക്കുമെന്നറിയാം. അത് കേട്ടുകൊണ്ടുവന്ന വിജയരാഘവൻ പറഞ്ഞു. ആഹാ, ഭാര്യയെക്കുറിച്ച് നല്ല മതിപ്പാണല്ലോ ഞങ്ങളുടെ അളിയന്. മതിപ്പിക്കാതെ പറ്റില്ലല്ലോ അളിയാ. നിങ്ങൾ വളർത്തിയപ്പോൾ 2 തല്ല് ആയ പ്രായത്തിൽ നിങ്ങളുടെ ഏട്ടന്മാർ കൊടുത്തിരുന്നുവെങ്കിൽ അങ്ങനെയെങ്കിലും അല്പം നന്നായേനെ. ഇതിപ്പം നല്ലത് പറഞ്ഞാലും അവളുടെ തലയിൽ എന്ത് ചെയ്താലും കയറില്ല. അമ്മയുടെ അച്ഛൻ്റെയും ചെല്ലക്കുട്ടിയല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാടോ? ചിരിയോടെ മഹിനാരായണൻ ചോദിച്ചതും ബാക്കിയുള്ളവരും അത് ശരിവച്ചു. അല്ല, ശ്രീകുട്ടിയുടെ കാര്യത്തിൽ എന്താ ദേവേട്ടാ തീരുമാനം? അവളെ ഈ തറവാട്ടിൽ ഇങ്ങനെ തന്നെ വെറുതെ ഇരുത്തിക്കാൻ പറ്റില്ലല്ലോ. ചെറിയ കുട്ടിയല്ലേ അവള്. ഇല്ല രാമ, അവളെ പഠിപ്പിക്കാൻ വിടണം. മോളുടെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും യാതൊരു വിവരവും ഇല്ല. മോളെ ആ വിലാസിനി എന്ന സ്ത്രീക്ക് കടത്തിണ്ണയിൽ കിടന്ന് കിട്ടിയതാ എന്നാ അറിഞ്ഞത്. ആരോരും ഇല്ലാത്ത അവർ അവളെ വളർത്തി. പിന്നെ പ്രായം ചെന്ന സ്ത്രീയല്ലേ. പ്രായത്തിൻ്റെ അസ്വസ്ഥത തോന്നി തുടങ്ങിയതും മോളെ ഇവിടെ കൊണ്ടുവന്നാക്കി. അതിൻ്റെ പിറ്റേ മാസം അവർ മരിക്കുകയും ചെയ്തു. എങ്കിലും +2 വരെ മോളെ അവർ പഠിപ്പിച്ചിരുന്നു. അപ്പം ഇനി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാം അല്ലേ അളിയ? പക്ഷേ മോളുടെ താല്പര്യം കൂടി നോക്കണം. എങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണം. ഇതിപ്പോൾ ഈ വർഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴും അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് നോക്കാം. ഇവിടെ എന്തായാലും നല്ല എതിർപ്പുണ്ടാവും. പക്ഷേ അതൊക്കെ തരണം ചെയ്തേ പറ്റൂ.
സത്യത്തിൽ അമ്മയ്ക്കും അച്ഛനും വൈദേഹിക്കും ആകെ പേടിയുള്ളത് ദേവേട്ടന് മാത്രമാണ്. ഏട്ടനെ കാണുമ്പോൾ തന്നെ അവർ 3 പേരുടെയും മുഖം മാറും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നടന്നത്. ശരിയാ, അല്ലെങ്കിൽ ശങ്കരനാരായണൻ എന്ന നിങ്ങളുടെ അച്ഛൻ പഞ്ചപുച്ഛം അടക്കി മുറിയിലേക്ക് കയറി പോകില്ലല്ലോ. ചിരിയോടെ വിജയരാഘവൻ പറഞ്ഞതും ആ ചിരിയിൽ മറ്റുള്ളവരും പങ്കുചേർന്നു. തുടരും. പ്രാണനായുടെ മറ്റൊരു ഭാഗവുമായി ഉടനെ വരുന്നതാണ് എന്ന് നിങ്ങളുടെ സ്വന്തം നില.